ദൈവങ്ങൾ എല്ലായ്പ്പോഴും ആകാശത്തിൽ മാത്രം വസിക്കണമെന്നില്ല. ചില ദൈവങ്ങൾ മണ്ണിൽ നടന്നും ജനങ്ങളുടെ വേദന കേട്ട് നീതിക്കായി നിലകൊള്ളുന്നു. അത്തരമൊരു ജനദൈവത്തിന്റെ നാമമാണ് കുട്ടിച്ചാത്തൻ. കേരളത്തിന്റെ ഗ്രാമീണ ആത്മീയ പാരമ്പര്യത്തിൽ കുട്ടിച്ചാത്തൻ ഒരു ഭീതിയുടെ പ്രതീകമല്ല. അവൻ നീതിയുടെയും സംരക്ഷണത്തിന്റെയും ജനകീയ പ്രതീകമാണ്. വലിയ ക്ഷേത്രങ്ങളിലെ സ്വർണവിഗ്രഹമല്ല അവൻ, പക്ഷേ വയലുകളിലും കാവുകളിലും ഗ്രാമപാതകളിലും ജനങ്ങളുടെ ജീവിതത്തിനൊപ്പം നടന്നൊരു ദൈവരൂപം. കുട്ടിച്ചാത്തനെ ചിലർ ബാലരൂപത്തിൽ കാണും, ചിലർ യുവാവായി കാണും. അവന്റെ രൂപം നിശ്ചിതമല്ല, കാരണം അവൻ മായയുടെ ഭാഗമാണ്. അഹങ്കാരമുള്ളവർക്ക് അവൻ ഉഗ്രനായി തോന്നും. ധർമ്മത്തിൽ ഉറച്ചവർക്ക് അവൻ ശാന്തനും രക്ഷകനുമായി മാറും. കാരണം കുട്ടിച്ചാത്തൻ മാറ്റം വരുത്തുന്നത് ലോകത്തെയല്ല, മനുഷ്യന്റെ മനസ്സിനെയാണ്. കുട്ടിച്ചാത്തൻ ഒരിക്കലും കാരണമില്ലാതെ ശിക്ഷിക്കുന്നില്ല. അവന്റെ ശക്തി പ്രവർത്തിക്കുന്നത് അനീതിക്കെതിരെയാണ്. വഞ്ചന, കള്ളം, അഹങ്കാരം, അന്യായം. ജനവിശ്വാസങ്ങളിൽ പറയപ്പെടുന്ന ശിക്ഷകൻ ഭീകരതയല്ല, അത് നീതിയുടെ തിരിച്ചുവരവാണ്. അവൻ ശിക്ഷിക്കുന്നത് ആളെയല്ല, അവന്റെ അധർമ്മത്തെയാണ്. കുട്ടിച്ചാത്തനെ വിളിച്ചാൽ മാത്രം വരും എന്ന് വിശ്വാസം പറയുന്നു. വിളിക്കുമ്പോൾ ഭക്തിയില്ലെങ്കിൽ, ശുദ്ധ മനസ്സില്ലെങ്കിൽ അവൻ സമീപിക്കില്ല. അവനെ സമീപിച്ചവർ ഒരിക്കലും അവനെ ഭയത്തോടെ വിളിച്ചിരുന്നില്ല. അവർ വിളിച്ചത് നീതിക്കായി, രക്ഷയ്ക്കായി, സത്യത്തിനായി. അതിനാലാണ് ജനദൈവം എന്ന് പേര് കുട്ടിച്ചാത്തന് ലഭിച്ചത്. കാലം മാറിയപ്പോൾ കുട്ടിച്ചാത്തനെ ഭീതിയാക്കി മാറ്റാൻ ചിലർ ശ്രമിച്ചു. അജ്ഞാതയും കെട്ടുകഥകളും അവനെ ഭൂതരൂപമായി ചിത്രീകരിച്ചു. പക്ഷേ ദൈവം ഭയം വിതറാൻ വരുന്നില്ല, അവൻ ബോധം നൽകാനാണ് വരുന്നത്. ഭയം ദൈവത്തിന്റെ ലക്ഷണമല്ല, ധർമ്മമാണ് ദൈവത്തിന്റെ അടയാളം. ജനങ്ങൾ കുട്ടിച്ചാത്തനോട് ഇങ്ങനെ പറഞ്ഞതായി വിശ്വാസ കഥകൾ പറയുന്നു: ഞങ്ങൾ തെറ്റുണ്ടാക്കിയാൽ ഞങ്ങളെ ബോധിപ്പിക്കൂ, പക്ഷേ നീതിയിൽ നിന്ന് വഴിതെറ്റാൻ അനുവദിക്കരുത്. അതിനാലാണ് കുട്ടിച്ചാത്തൻ ഒരു ശിക്ഷകനായി മാത്രമല്ല, ഒരു ആത്മീയ മാർഗദർശിയായി കാണപ്പെടുന്നത്. കുട്ടിച്ചാത്തൻ ഒരു ഭയത്തിന്റെ പേരല്ല, അത് ജനങ്ങളുടെ നീതിബോധത്തിന്റെ ദൈവിക പ്രതിഫലനമാണ്. ധർമ്മത്തിൽ ജീവിക്കുന്നവർക്ക് അവൻ കാവലാണ്, അധർമ്മത്തിൽ ജീവിക്കുന്നവർക്ക് അതേ ശക്തി പരീക്ഷണമാകുന്നു. ദൈവം എപ്പോഴും മുകളിൽ ഇരിക്കണമെന്നില്ല, ചിലപ്പോൾ അവൻ നമ്മുടെ നടുവിലായിരിക്കും, നമ്മളെ ശരിയായ വഴിയിൽ നടത്താൻ വേണ്ടി.